ത്രിയേക ദൈവത്തിൻ്റെ അത്യത്ഭുതകരമായ നാമം ഇന്നും എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ, പുകഴ്ത്തപ്പെടുമാറാകട്ടെ. അത്യുന്നതൻ്റെ പാദപീഠത്തെങ്കിൽ എല്ലാ മഹത്വവും സർവേശ്വരന് സമർപ്പിക്കുന്നു. അറുക്കപ്പെട്ട കുഞ്ഞാട് സകല മഹത്വത്തിനും ബഹുമാനത്തിനും ആരാധനയ്ക്കും യോഗ്യനെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് തൃപ്പാദത്തിങ്ങൾ അടിയങ്ങളെ സമർപ്പിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ സർവമഹിമയെയും വർണ്ണിച്ചുകൊണ്ട് സ്തുതിക്കുന്ന സങ്കീർത്തനങ്ങളാണ് അതിൻ്റെ അവസാന സങ്കീർത്തനങ്ങൾ. ഹാലൽ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്ന ദൈവത്തെ സ്തുതിക്കുക, യഹോവയെ സ്തുതിപ്പീൻ എന്ന് തുടങ്ങി യഹോവയെ സ്തുതിപ്പീൻ എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന സങ്കീർത്തനങ്ങൾ. അതിൽ തന്നെ 148, 149, 150 ഈ സ്തുതിയുടെ അത്യുച്ചകോടിയിലേക്ക് എല്ലാവരെയും ആകർഷിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന കാവ്യത്രയങ്ങളാണെന്ന് പറയും. ഈ മൂന്ന് സൂക്തങ്ങൾ അല്ലെങ്കിൽ ഈ 3 സങ്കീർത്തനങ്ങൾ സൃഷ്ടിയെ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ട് സർവ്വചരാചരങ്ങളെയും ആഹ്വാനം ചെയ്യുകയാണ് സ്തുതിപ്പീനെന്ന് അവരെ ക്ഷണിച്ചുകൊണ്ട് പാടിയിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. എല്ലാം ഉൾക്കൊള്ളുകയാണത്. എന്തിനെല്ലാമാണ് സ്തുതിക്കുവാൻ? നമ്മുടെ ദൃഷ്ടിയിൽ കാണുന്ന അചേതനമായ നിർജീവ വസ്തുക്കളെ പോലും നമ്മൾ നിർജീവമെന്ന് പറയും, പക്ഷെ ദൈവത്തിനെല്ലാം ജീവനുള്ളതാണ്. എല്ലാ സൃഷ്ടിയുടെ മേൽ ദൈവത്തിൻ്റെ ആ ജീവൻ്റെ സൃഷ്ടാവിൻ്റെ കരവിരുതുണ്ട്, സൃഷ്ടാവിൻ്റെ അധികാരമുണ്ട്, സർവശക്തിയുണ്ട്, സൃഷ്ടാവിൻ്റെ കരവിരുതുണ്ട് എല്ലാറ്റിലും. അതാണ് നമ്മൾ കാണുന്നവൻ കാറ്റിനെ തൻ്റെ ദൂതന്മാർ അഗ്നിജ്വാലയത്തിൻ്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നതൊക്കെ പറയുന്നുണ്ട്. കർത്താവ് കാറ്റിനോട് കൽപ്പിക്കുന്നുണ്ട്, കടൽ തെരുകളോട് ശാന്തമാകാൻ പറയുമ്പോൾ അതനുസരിക്കുകയാണ്. എല്ലാം അനുസരിക്കുന്നു. സൃഷ്ടാവിൻ്റെ പ്രത്യേകത ഇത്ര മനോഹരമായിട്ട് ഇവിടെ. എന്നാൽ ഇന്ന് ജനങ്ങൾ ഈ സൃഷ്ടിയെ ആരാധിക്കുകയാണ്. സൃഷ്ടിച്ചവനെ, സൂര്യനെ ആരാധിക്കുന്നു. പക്ഷെ സൂര്യനെ സൃഷ്ടിച്ച അനീതി സൂര്യനെ അറിയില്ല, അവർ അജ്ഞരാണ്. സൃഷ്ടിയെ ആരാധിക്കുകയാണ്. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു എന്ന് റോമർക്ക് ലേഖനത്തിൽ പറയുന്ന രീതിയിലുള്ള ആരാധന. 148 സങ്കീർത്തനം അതിൻ്റെ ആദ്യ ഭാഗങ്ങളിലേക്ക് നമുക്ക് വരാം. 14 വാക്യങ്ങളോളം ഉണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളതിലേക്ക് നയിക്കട്ടെ, നമുക്ക് ആവശ്യമായിരിക്കുന്നത് പകർന്നു തരട്ടെ. നമ്മുടെ ആത്മീയ ജീവിതത്തിന് അനുഭവസ്ഥമാകുവാൻ തക്കവണ്ണം, അനുഗ്രഹമാകുവാൻ തക്കവണ്ണം ആവശ്യമായിരിക്കുന്ന വചസ്സുകൾ അവിടെ നമുക്ക് വിഭാഗിച്ച് തരട്ടെ, നമുക്ക് വെളിപ്പെടുത്തി തരട്ടെ. തൻ്റെ നാമം മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതങ്ങളെ ദൈവങ്ങളിൽ അർപ്പണം ചെയ്യും. ഇവിടെ പറഞ്ഞ യഹോവയെ സ്തുതിപ്പീൻ, സ്വർഗത്ത് നിന്ന് യഹോവയെ സ്തുതിക്കുവാൻ. സ്തുതി തുടങ്ങുന്നത് ഇൻ ഹെവൻ, സ്വർഗത്തിൽ സ്തുതി തുടങ്ങുകയാണ്. എന്നിട്ട് താഴത്തോട്ട് അത് ഇറങ്ങി വരികയാണ്. ഒരു അവരോഹണ ഇതിൽ ദൈവസ്തുതി അങ്ങനെ വരികയാണ്. താഴത്തേക്ക് ഇറങ്ങി മനുഷ്യരുടെ ഇടയിലേക്ക് വന്നു. അവിടെ തുടങ്ങുന്നത് മനുഷ്യനെയല്ല ദൈവം ആദ്യം സൃഷ്ടിച്ചതെങ്കിലും സ്തുതിക്ക് മനുഷ്യനിലാണ് തുടങ്ങുന്നത്. സ്തുതി മനുഷ്യനിലാണ് തുടങ്ങുന്നത്. തുടർന്ന് സകല പ്രപഞ്ചത്തിലേക്കും ചരാചരങ്ങളിലേക്കും ഒക്കെ അവരെ സ്തുതിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നതാണ് ഈ സങ്കീർത്തനം. അപ്പോൾ സ്വർഗത്തിൽ സ്തുതി തുടങ്ങുന്നു. അവിടെ പറയുകയാണ് സ്വർഗത്തിൽ നിന്ന് യഹോവയെ സ്തുതിക്കുകയും. അവിടെ നിന്നാണ് സ്വർഗാദി സ്വർഗങ്ങൾക്കടയാൻ. സ്വർഗം ദൈവത്തെ സ്തുതിക്കുന്നു. സ്വർഗം തന്നെ ഒരു ജീവനാണ്. നമ്മൾ അതിൽ വസിക്കുന്ന മലഹമാർ മാത്രമേ, സ്വർഗം തന്നെ അത് ജീവനാണത്. ജീവൻ്റെ അനുഭവമാണ് സ്വർഗീയത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. ഇവിടെ പറയാണ് സ്വർഗത്തിന് യഹോവയെ സ്തുതിപ്പീൻ, ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പീൻ, അവൻ്റെ സകല ദൂതന്മാരുമാളുവരെ അവനെ സ്തുതിപ്പീൻ. അത് കഴിഞ്ഞിട്ട് പറയുകയാണ് സ്വർഗം തന്നെ സ്തുതിയുണ്ട്. പിന്നെ അവിടെ ദൂതന്മാരോട് പറയുകയാണ് സ്തുതിക്കുക. ദൂതന്മാരെ ഈ പല കാറ്റഗറി ഉണ്ടെന്ന് പറയും മാലാഖമാരിലെ, ഏഞ്ചൽസിലെ. കെറൂബുകളുണ്ട്, സെറാഫീമുണ്ട്, സാറാഫത്ത് എന്ന് പറയും, പല രീതിയിൽ പറയും. റാഫേൽ, ഇങ്ങനെ ഓരോ, മിഖായേൽ, ഗബ്രിയേൽ, മാലാഖമാരുടെ ഓരോ പേരുകളും പറയാം. ഓരോ ഇടത്തേക്കും വ്യത്യസ്ത. നമ്മൾ വിചാരിക്കുന്ന എല്ലാവരും എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഇപ്പോൾ അനേകരുടെ ചിന്ത ഇത്, നമ്മൾ ഇവിടെ നിന്ന് പോയാൽ പിന്നെ 24 മണിക്കൂർ സമയത്തിൻ്റെ ഇവിടെ മാത്രമേ ഉള്ളൂ, സമയത്തിന് അതീതമാണ്. അപ്പോൾ എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, അങ്ങനെയല്ല. ദൈവരാജ്യമാണ് അവിടെ. ദൈവരാജ്യത്തിൽ അതിൻ്റേതായ ഇത് വ്യത്യസ്തമാണ്. നമുക്കൊന്നും ഇത് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അവിടെ അനേക വാസസ്ഥലങ്ങളുണ്ടെന്നൊക്കെ പറയുമ്പോൾ ദേ ആർ മോർ ആക്ടിവിറ്റീസ്. ഓരോരുത്തർക്കും അവരുടേതായ ദൗത്യങ്ങൾ കാണും അവിടുത്തെ ദൈവരാജ്യത്തിൻ്റെ ജീവിതങ്ങളിൽ. സഹസ്രാബ്ദ വാഴ്ചയിൽ അവനോട് ചേർന്ന് വാഴുന്നുണ്ട്.
അവിടെ തീർച്ചയായിട്ടും ദൈവജനത്തിന് അവരുടെ ഉത്തരവാദിത്തങ്ങൾ കാണുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ പോലെയാണ്. സ്വർഗത്തിലും അങ്ങനെയല്ലേ? മോശയും ഏലിയാവും താഴത്തേക്ക് ഇറങ്ങി വന്ന് താബോർ മലയിൽ കർത്താവിനോട് വരാൻ പോകുന്ന സംഭാഷിക്കുകയാണ്. അപ്പം അവർക്ക് അവരുടേതായ ദൗത്യമുണ്ട്. ഈ വാങ്ങിപ്പോയ ഈ രക്തസാക്ഷികളുടെ സമൂഹം അവരെന്ത് ചെയ്യാണ്? അവർ ദൈവസന്നിധിയിൽ പക്ഷപാതം ചെയ്യുകയാണെന്ന് പറയുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ പറയാണ്, ആ രക്തസാക്ഷികൾ ഗണത്തെ നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ ദൗത്യം ചെയ്തു തീർക്കാനുണ്ട്. 148 അവിടെ പറയണം, അവൻ്റെ സകല ദൂതന്മാരുമുള്ള അവനെ സ്തുതിപ്പീൻ, അവൻ്റെ സർവ്വ സൈന്യവുമേ അവനെ സ്തുതിപ്പീൻ. ഈ ദൈവത്തിന് എന്തിനാ സൈന്യം? ഒരാൾ ചോദിക്കും, ദൈവത്തിന് എന്തിനാ സൈന്യം? അറിയത്തില്ല. ദൈവം സർവശക്തനുണ്ട്, പക്ഷേ ഒരു എനിമിയുണ്ട് നമ്മൾ കാണുന്നതല്ലേ, ശത്രുവാകുന്ന സാത്താനുണ്ടെന്ന് കാണും. പക്ഷെ ദൈവം ജസ്റ്റിസാണ് ദൈവത്തിൻ്റെ പ്രത്യേകത, നീതിയുള്ള ദൈവമാണ്. ഇപ്പം സാത്താന് പോലും ദൈവസന്നിധി കയറി ചെല്ലുവാനും യോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഒരു ദിവസം ദൈവപുത്രന്മാർ ദൈവത്തിൻ്റെ സന്നിധി ചെല്ലുകയാണ്, അവർ നിൽക്കുന്നു, ദൈവസന്നിധി നിൽക്കുകയാണ്, ദ പ്രസൻസ് ഓഫ് ഗോഡ്. അപ്പോൾ സാത്താൻ അവിടെ ചെല്ലുകയാണ്. ഉടനെ ദൈവം ചോദിക്കുക, നീ എവിടെ നിന്ന് വരിക? നീ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുവാണെന്നൊക്കെ സാത്താൻ പറയുമ്പോൾ, നീ എൻ്റെ ദാസനായ യോബിനെ ദൃഷ്ടി വെച്ചു. ദൈവത്തിന് അറിയാം, ദൈവം അത് കണ്ടു, എൻ്റെ ദാസന് യോബിനെ ദൃഷ്ടി വെച്ചു എന്ന് ചോദിച്ചു. ഉടനെ കാര്യങ്ങൾ അവിടെ പറയുകയാണ്, അതെ ഞാൻ ദൃഷ്ടി വെച്ചു, വെറുതെയാണോ അവനിങ്ങനെ നിന്നെ സ്തുതിക്കുന്നത്? അവനെല്ലാം കൊണ്ട് ഓക്കെയാണ്, എവറിത്തിങ് ഈസ് ഓക്കെ, then അവന് ദൈവത്തെ സ്തുതിക്കാം. ഏതെങ്കിലും ഒരു പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വന്ന് നോക്കട്ടെ, അവൻ മുഖത്ത് നോക്കി നിന്നെ തേച്ച് കുറയുമെന്ന് പറഞ്ഞു. ദൈവം ഇപ്പോൾ അനുവദിക്കുകയാണ്. അങ്ങനെ യോബിനെ പരുക്കളാൽ അല്ലെങ്കിൽ രോഗങ്ങളാലൊക്കെ ബാധ വരികയാണ്, അവൻ്റെ ഫലവും നഷ്ടപ്പെടുകയാണ്. പക്ഷേ ഒടുക്കം വരെയും ഈ യോബ് ദൈവത്തെ തള്ളി പറയുന്നില്ല, അധരങ്ങളാൽ വിവേകം പറയുന്നില്ല. കുറേ വാഗ്വാദങ്ങളൊക്കെ പറയുന്നുണ്ട്, ബുദ്ധിയില്ലാത്തെന്ന് വിചാരിക്കുന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, അതിന് ദൈവത്തിനും പറയുന്നുണ്ട്. ഞാൻ നിന്നോട് ചോദിക്കാം, നീ അരമുറുക്കിക്കൊള്ളുക, നീ പുരുഷനെ പോലെ അരമുറുക്കിക്കൊള്ളുക, ഈ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ നീ എവിടെയായിരുന്നു എന്നൊക്കെ അവിടെ യോബിൻ്റെ പുസ്തകം 35 നമ്മൾ കാണുന്നുണ്ട്. അതിന് ദൈവം ചുഴലിക്കാറ്റ് അവനോട് സംസാരിക്കുന്നുണ്ട്. അതിന് മുമ്പ് തന്നെ യോബിൻ്റെ പുസ്തകത്തിന് 9-ാം അധ്യായത്തിലാണ് അവിടെ പറയുന്നുണ്ട്, ദൈവം 1000-1 അവൻ നിന്നോട് ചോദിച്ചാൽ 1000-1 നിനക്ക് ഉത്തരം പറയാൻ പറ്റുമെന്ന്. 1000 ചോദ്യം ചോദിച്ചാൽ ഒരെണ്ണത്തിന് പോലും നിനക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ? പ്രപഞ്ചത്തെ എങ്ങനെ സൃഷ്ടിച്ചത്? ക്രിയേഷൻ എന്നെ മെറ്റീരിയൽ നമുക്ക് എങ്ങനെ അത് ഇത് ചെയ്യാൻ പറ്റും? ശാസ്ത്രം വല്ലതും ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. ശാസ്ത്രം കണ്ടുപിടിച്ചപ്പോഴല്ല, അത് അതിന് മുമ്പ് തന്നെ ഉണ്ടല്ലോ. ഉള്ള ഒരു കാര്യത്തെ അവർ ഇത് അവലോകനം ചെയ്തവർ കണ്ടുപിടിക്കുകയാണ്, അവർ പരീക്ഷിച്ച് നിരീക്ഷിച്ച് എല്ലാം കണ്ടുപിടിക്കുകയാണ്. എന്നാൽ അവർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെയെല്ലാം ഇവിടെ ഉണ്ട്, നമ്മൾ അനുഭവിക്കുകയാണ് അതിൻ്റെ ഒരു. അവൻ്റെ സ്ഥല ദൂതന്മാരോട് അവനെ സ്തുതി. ഈ ദൂതന്മാരുടെ സ്തുതി പറയുമ്പോൾ സന്തോഷിക്കുന്ന ദൂതന്മാർ മനുഷ്യനെ പോലെയല്ല ദൂതന്മാർ. അവർക്ക് രക്ഷയെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല, അവർക്ക് സുവിശേഷ സന്ദേശം നൽകാൻ പറ്റത്തില്ല. കാരണം അവർക്ക് പാപക്ഷമയെക്കുറിച്ച് അവർക്ക് അറിയത്തില്ല. മനുഷ്യനാണ് ഇതെല്ലാം അനുഭവിക്കാനും ജീവനുള്ള ദൈവത്തെ സാക്ഷിപ്പാനും എല്ലാം. ഒരു പൗരസ്ത്രീയിലെ ഒരു ഗീതമുണ്ട്, വാനവരുടെയിൽ അസൂയാദോഷം പാടുണ്ടെങ്കിൽ മാനുഷസുതരോട് ആക്രോപേന്മാർ കുണ്ടതു ന്യൂനം. അതായത് വാനവരുടെയിൽ, ദൂതന്മാരുടെ ഇടയിൽ അസൂയയൊക്കെ അനുവദനീയമാണെങ്കിൽ, പാടില്ല, അവിടെ അതൊന്നുമില്ല, അനുവദനീയമാണെങ്കിൽ വാനവരുടെയിൽ അസൂയദോഷം പാടുണ്ടെങ്കിൽ ക്രോബേന്മാർക്കത് ഉണ്ടത് ന്യൂനം. ഈ ക്രോബേന്മാർക്ക് മനുഷ്യരോടത് ഉണ്ടാകും, അതൊരു വലിയ കുറവായിട്ട് മാറുമെന്ന്. കാരണം മനുഷ്യനെ ഇത്രമാത്രം ആദരിക്കാൻ എന്താണ് കാരണം? മാലാഖമാർക്ക് അപ്പോൾ മനുഷ്യരോട് അസൂയ, അവിടെ അസൂയ ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ അസൂയ ഉണ്ടായേനെന്ന് പറയുന്നത്. പ്രിയരെ, എത്രമാത്രം ധന്യമായിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. സൃഷ്ടി എന്ന നിലയിൽ നമുക്ക് അറിഞ്ഞുകൊണ്ട് ദൈവത്തെ ഒന്ന് സ്തുതിക്കാനായിട്ട് പറ്റണം. ദൈവമേ, നിനക്ക് സ്തുതി എന്ന് ആത്മാർത്ഥമായി നമ്മുടെ അന്തരംഗത്തിൽ നിന്നും ഉള്ളത്തിൽ നിന്നും സ്തുതിക്കാനായിട്ട് സാധിക്കണം. ആ സ്തുതി സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മളിന്ന് ഉയരണം. അത് ജെന്യൂനായിട്ട് നമ്മളിൽ നിന്നും ഒരു ഉറവ് പൊട്ടി പുറപ്പെടുന്ന പോലെ ഈ സ്തുതി നമ്മളിന്ന് ഉയരണം. പഴയ നിയമത്തിൽ രക്ഷയുടെ ഉറവിൽ നിന്ന് വെള്ളം കോരുന്ന അനുഭവം, വെള്ളം കോരുന്നു, ഉറവിൽ നിന്ന് വെള്ളം കോരുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആത്മാവിൻ്റെ പ്രവാഹത്തെക്കുറിച്ച് കർത്താവ് പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന് നദികൾ ഒഴുകുമെന്ന് പറയുന്നത്. ധർമ്മീന് റിവേഴ്സ്, ജീവജലത്തിന് നദികൾ ഒഴുകുമെന്ന്. അപ്പോൾ അതെന്തെല്ലാം നദികളായിരിക്കാം? പല സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും എല്ലാം നദികൾ ഒഴുകുകയാണ്. അവിടെ എന്തിനാണ് കുറവ്?
അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഒന്നിനും കുറവില്ല. സമ്പൂർണമായ സംതൃപ്തിയാണ് ദൈവം നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ഇവിടെ പറയുകയാണ്, അവൻ്റെ സകല ദൂതന്മാരുള്ളവനെ സ്തുതിപ്പീൻ, അവൻ്റെ സകല സൈന്യവും അവനെ സ്തുതിക്കുവിൻ. ദൈവത്തിൻ്റെ സൈന്യം എന്തൊക്കെയാണ്? എല്ലാം ദൈവത്തിൻ്റെ സൈന്യങ്ങളാണ് അല്ലേ? പഴയ നിമിത്ത് കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഇത് കാണുകയായിരുന്നു. കുറേ പിള്ളേർ ചെറുപ്പക്കാരെന്ന് വിവേകമുള്ളവരാണ്, എല്ലാം പഠിക്കുന്ന. ആ കുഞ്ഞുങ്ങൾ ഒരു മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന തേനീച്ചക്കൂട്ടിലേക്ക് എല്ലാം ആളാം പ്രതി ആ കല്ലെടുത്ത് എറിയുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ തേനീച്ച അങ്ങോട്ട് ഇളകി വന്നിട്ട് ഇവർ ഓടുവാണ്, എല്ലാം കൂട്ടമായിട്ട് ഓടിയിട്ട് എന്ത് ചെയ്യാൻ? അവസാനം അവർ നിൽക്കുമ്പോൾ എല്ലാം വീർത്ത്, കണ്ണെല്ലാം വീർത്ത്, തേനീച്ച കുത്തേറ്റതാണ്. അവരങ്ങനെ ഇത് അവിവേകമായിട്ട് ചെയ്തതുകൊണ്ട് അവരനുഭവത്തിലേക്ക് അവർ വന്നു. ദൈവത്തിൻ്റെ സൈന്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ തേനീച്ച എന്ന് പറയുമ്പോൾ കടന്നലിനെ അയച്ച് ഇസ്രായേലിനെ രക്ഷിക്കുന്നുണ്ട്, കടന്നൽ കൂട്ടത്തിനെ അയച്ച്. അപ്പോൾ എല്ലാം ദൈവത്തിൻ്റെ സൈന്യങ്ങളാണ്. കൽമഴയും ഹിമവും സൂര്യൻ എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിക്കുന്നതാണ് എല്ലാവരുടെയും ഇത്. അപ്പോൾ ഇവിടെ പറയുകയാണ്, അവൻ്റെ സർവ്വ സൈന്യവുമേ അവനെ സ്തുതിക്കുക എന്ന് പറയുമ്പോൾ അവൻ്റെ സൈന്യത്തിലെ എന്തെല്ലാം ഉണ്ട്? അവൻ്റെ സൈന്യത്തിലെല്ലാം ഉണ്ട്. ഈ ക്രോണിക്കിൾസ് ഓഫ് നാർണിയ ആണെന്ന് തോന്നുന്നു, ആ പടത്തിലാണ്, ആ ചിത്രത്തിലാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള. അത് C.S. ലൂയിസ് എഴുതിയതായ ഒരു പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. റെവലേഷൻ, ഈ വെളിപ്പാട് പുസ്തകത്തിലെ ദൈവരാജ്യത്തിൻ്റെ അവിടെ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള വർണ്ണനകളൊക്കെയാണ്. യഹൂദാ ഗോത്രത്തിൽ സിംഹമായിട്ടാണ് അസ്ലാൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്, ഒരു സിംഹമുണ്ട് അതിനകത്ത്. അത് വളരെ മനോഹരമാണ്, ചിന്തോതവുമാണ്. മാത്രമല്ല അത് ഈ ബിബ്ലിക്കൽ ടീച്ചിങ്സ് അടങ്ങിയിട്ടുള്ള ഒരു ഇതാണ്. അവസാനം ഈ അസ്ലാൻ കൊല്ലപ്പെടുന്നു, അവിടുന്ന് അസ്ലാൻ ഉയർക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. ബലിപീഠത്തിൽ ചെന്ന് വീഴുന്നു, അവിടുന്ന് തനിയെ. അതെല്ലാം യേശുവിൻ്റെ പ്രതീകമായിട്ടാണ്. ഈ C.S. ലൂയിസ് ഒരു നിരീശ്വരവാദി ആയിരുന്നു. എന്നാൽ അദ്ദേഹം നിരീശ്വരവാദം തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം ബൈബിൾ വായിച്ചു തുടങ്ങി. ഒടുവിൽ അദ്ദേഹം ഈശ്വര വിശ്വാസിയായി മാറി, ദൈവവിശ്വാസിയായിട്ട് മാറി. ദൈവവിശ്വാസിയല്ല, കടുത്ത ദൈവവിശ്വാസം. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ അഗാധങ്ങളാണ്. ക്രിസ്ത്യൻ ടീച്ചിങ്സിൻ്റെയൊക്കെ വളരെ ഗഹനങ്ങളായ തലങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഈ ഓരോ പ്രകൃതിയിൽ ഓരോന്നും ദൈവത്തെ ഈ അസ്ലാൻ പറയുമ്പോൾ അനുസരിക്കുന്നതായിട്ട് അവിടെ കാണുന്നുണ്ട്. കാടുകളും ഈ മലകൾ, വൃക്ഷങ്ങളൊക്കെ സംസാരിക്കുന്നു. അവ അതിനകത്തൊക്കെ ഭാഗമൊക്കെ പാർട്ടിസിപ്പേറ്റ് ആകുകയാണ്. എല്ലാ പ്രകൃതി മുഴുവനും എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. മനുഷ്യൻ മാത്രമല്ല, മനുഷ്യൻ സൃഷ്ടിയുടെ മകുടമാണ്, പക്ഷേ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എല്ലാം. അപ്പോൾ ആ സൃഷ്ടിയെ അനുസരിക്കുന്ന, സൃഷ്ടാവിനെ അനുസരിക്കുന്ന സൃഷ്ടികളായിട്ട് എല്ലാം ഉണ്ട്. മനുഷ്യനാണ് അനുസരണക്കേട് കാണിച്ചത്. പക്ഷേ ആ മനുഷ്യൻ്റെ അനുസരണക്കേടിനെ തൻ്റെ അനുസരണത്താൽ കർത്താവ് നീക്കുകയാണ്. നമുക്ക് ആ കർത്താവിൻ്റെ അനുസരണത്തിൽ സങ്കേതപ്പെടാം. നമ്മളെ തന്നെ നമുക്ക് ദൈവത്തിൽ സമർപ്പിക്കാം. സ്നേഹം നിറഞ്ഞ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, സർഗ്ഗലത്തെയും സ്തുതിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള സങ്കീർത്തനത്തിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. എല്ലാറ്റിനോടും ചേർന്ന് ഞങ്ങളങ്ങേ സ്തുതിക്കുവാൻ, പ്രകൃതി പോലും അദൃശ്യമായി നിന്നെ സ്തുതിക്കുന്നു, നിൻ്റെ ആജ്ഞ കാത്തിരിക്കുന്നു, നീ പറയുന്നവ ചെയ്യുന്നു. എന്നാൽ തൻ്റെ സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ നിന്നോട് അനുസരണക്കേട് കാണിച്ച് അവൻ വീഴ്ചയിലായിപ്പോയി. എങ്കിലും കർത്താവെ, അവനെ ഉദ്ധരിക്കുവാൻ അവിടുന്ന് മനുഷ്യവേഷം ധരിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അടിയങ്ങൾ പാപശാപ രോഗങ്ങളെല്ലാം ക്രൂശിനെ ചുമന്നൊഴിച്ച് നിങ്ങൾക്ക് നിത്യമായ സമാധാനവും നിത്യമായ വിടുതലും നിത്യമായ ശാന്തിയും പകർന്ന് തരുന്നതിനെ എല്ലാം ഓർത്ത് അങ്ങേ സ്തുതിക്കുന്നപ്പാ. അവരെ നടത്തിയ എല്ലാ കൃപകൾക്കായി സ്തുതി. ഞങ്ങളെ തൃപ്പാദങ്ങൾ സമർപ്പിക്കുന്നു. അടിയങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്ന ഉദ്ദേശത്തിനായി ഞങ്ങളത്തിൻ്റെ സമ്പൂർണ്ണ അർപ്പണം ചെയ്യുന്നു. ആത്മശരീര മനസ്സുകളെ അർപ്പിക്കുന്നു. ദൈവസ്തുതി ഞങ്ങൾക്ക് തരണേ. എപ്പോഴും നിൻ്റെ സ്തുതി ഞങ്ങളുടെ നാവിന്മേലുണ്ടായിരിക്കണമേ. പരിശുദ്ധാത്മാവ് ദൈവം ഞങ്ങളുടെ അവിടുത്തെ നിറവും കൃപയും തരണമേ. തന്നോട് യാചിക്കുന്നവർക്ക് ആത്മാവിനാൾ കൂടാതെ കൊടുക്കുന്ന സ്വർഗസ്ഥ പിതാവാൻ ദൈവമേ, ആത്മാവിനാൾ കൂടാതെ ഞങ്ങൾ ഏൽപ്പ് തരണമേ. എല്ലാ മഹത്വത്തോടുന്ന് മാത്രം കൊടുക്കണം. പിതൃത്വ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ നാമകത്വത്തിനായി തന്നെ. ആമേൻ, ആമേൻ.